കോഴിക്കോട് ഒളവണ്ണയിൽ യുവാവിനെ തെരുവുനായ കടിക്കുന്ന CCTV ദൃശ്യം മാതൃഭൂമി ന്യൂസിന്. വഴിയരികിൽ നിൽക്കുകയായിരുന്ന പാലക്കാട് ആലൂർ സ്വദേശി മുഹമ്മദ് നൌഫലിനെയാണ് നായ ആക്രമിച്ചത്. ഒളവണ്ണയിൽ ഇന്നലെ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 3.5 വയസ്സുകാരനെ നായ കടിച്ചിരുന്നു. രാഹുൽ KV വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, തെരുവുനായ ആക്രമണം ഇങ്ങനെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. CCTV ദൃശ്യങ്ങളുണ്ട്, വിവരങ്ങൾ. പൂജ, കോഴിക്കോട് ഒളവണ്ണയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടിയാണ് വീടിന് പുറത്തിറങ്ങുന്നത് പോലും. ഇന്നലെ ഒരു 3.5 വയസ്സുകാരനെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ തെരുവുനായ കടിച്ചിരുന്നു. കുട്ടിയുടെ തലയ്ക്കും അതുപോലെ ചെവിക്കും ഗുരുതരമായ പരിക്കാണ്, ആഴത്തിലുള്ള മുറിവാണ് തലയിലേറ്റിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഇത് കൊടുനാട്ടുമുക്കിലാണ്. പാലക്കാട് ആലൂർ സ്വദേശിയായ മുഹമ്മദ് നൌഫലിന്റെ കാലിനാണ് നായ കടിച്ചത്. വഴിയരികിൽ നിൽക്കുന്നതിനിടെ നായ പുറകിൽ നിന്നോ വന്ന് കടിക്കുകയായിരുന്നു. സാധാരണ യാതൊരു വിധത്തിലുള്ള പ്രകോപനം അല്ലെങ്കിൽ നായ ഓടിക്കാനുള്ള ശ്രമം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നായ വന്ന് വെറുതെ അങ്ങ് കടിച്ചിട്ട് പോവുകയാണ്. ഇയാളുടെ കാലിനാണ് പരിക്കേറ്റത്. തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഇന്നലെ ഉണ്ടായ ആക്രമണത്തെ സംബന്ധിച്ച് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരുന്നത്. അതായത് കുട്ടി വീട്ടുമുറ്റത്ത് കളിക്കുന്നു. അപ്പം വീട്ടുകാരുടെ ശ്രദ്ധയുണ്ടാകാതെ ഒന്നും മാറിയ സമയത്താണ് വിധത്തിൽ നായ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. അയൽക്കാരൊക്കെ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നത്. അല്ലെങ്കിൽ നായശല്യം പരിഹരിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശരി, തെരുവുനായ ആക്രമണം പ്രദേശത്ത് രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 3.5 വയസ്സുള്ള കുഞ്ഞിനെ നായ കടിച്ചിരുന്നു. കുഞ്ഞിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇപ്പോൾ അതേ പ്രദേശത്ത് ഒളവണ്ണയിൽ മറ്റൊരു യുവാവിനെ തെരുവുനായ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്.